ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഒരു 1/2 ടീസ്പൂൺ ഗീ എങ്കിലും, അത് ഏതെങ്കിലും വിധത്തിൽ, ചിലപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാകാം. ഡയറക്റ്റ് ഞാൻ കഴിക്കാറില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട് ഡയറക്റ്റ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഡയറക്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അപ്പോൾ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഗീ എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ദിവസം എത്താൻ പാകത്തിന് നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ 100 ബ്യൂട്ടി ബെനിഫിറ്റ് ഗീ കഴിച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആരോഗ്യപരമായ കാരണങ്ങളും കൂടി, അങ്ങനത്തെ ബെനിഫിറ്റും കൂടി കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഗീ ഒഴിവാക്കുക? അതുകൊണ്ട് കൂടിയാണ് ഞാൻ എല്ലാ ദിവസവും ഞാൻ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഗീ എങ്കിലും ഞാൻ ആഡ് ചെയ്ത്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്യൂട്ടി പരമായ ഒത്തിരി ബെനിഫിറ്റ് നമ്മൾ ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്നുള്ളതിൽ. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള മോയ്സ്ചറിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിനും ബോഡിക്കും കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇത്രയും ഒരു ഹൈഡ്രേഷൻ നിലനിർത്താൻ നമ്മുടെ ഗീ കഴിക്കുന്നതിൽ കൂടി നമ്മുടെ സ്കിന്നിന് പറ്റുമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഗീ കഴിച്ചുകൂടാ? അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഗീ എന്ന് പറയുന്നത്. അത് ശുദ്ധമായ ഗീ, നമ്മളിപ്പം എന്താ പറയുക, ഒത്തിരി മായമൊക്കെ ചേർന്ന് ഗീ കഴിച്ചുകൊണ്ട് ആ പ്രയോജനം കിട്ടുമെന്ന് അറിയത്തില്ല. ശുദ്ധമായ ഒത്തിരി ഗീ നമ്മുടെ വിപണിയിൽ കിട്ടുന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ശുദ്ധമായ വയനാട് നെയ്യ് അയച്ചു. ഈ കഴിക്കുന്നതിൽ കൂടി നമുക്കൊരു നാച്ചുറൽ മോയ്സ്ചറൈസിങ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡീപ്പും ആയിരിക്കും, ഒത്തിരി നേരം നിലനിൽക്കുന്നതുമായ ഒരു ഹൈഡ്രേഷൻ ആണ് നമുക്ക് ഗീ കഴിക്കുന്നതിൽ കൂടി നമ്മുടെ സ്കിന്നിന്. അടുത്ത ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ് എഫക്റ്റ് ആണ്. നാച്ചുറലായിട്ട് നമുക്കൊരു സ്കിന്നിനൊരു ഗ്ലോ കൂടാൻ, ഒരു ബ്രൈറ്റൻ കൂടാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് എന്തായാലും ഒഴിവാക്കത്തില്ലല്ലോ. അത് എന്നെ ഒത്തിരി ആകർഷിക്കാറുണ്ട്. സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുക, കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് എന്തായാലും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് പേഴ്സണലി. അപ്പോൾ അതിന് വേണ്ടി കൂടി ഞാൻ ഗീ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ടൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ വെളുത്ത് വെള്ളറി അങ്ങ് സായിപ്പ് പോലെ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. കുറച്ച് ഗ്ലോയൊക്കെ കൂടി നല്ല നമ്മുടെ സ്കിന്നൊരു ഹെൽത്തി ആയിട്ടിരിക്കുക, അങ്ങനെ ഒരു ബ്രൈറ്റ് ആയിട്ട്, അങ്ങനെ ഒരു തിളക്കം ഉള്ളതായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് കാരണം ഇതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഗീയിൽ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഗ്ലോ കൂടാനും ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരാനും ഗീ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മളൊരു കുറച്ച് ഗീ എങ്കിലും, ഒരു 1/2 ടീസ്പൂൺ ഗീ എങ്കിലും നമ്മുടെ ഉള്ളിൽ എത്താൻ പാകത്തിന് കുക്ക് ചെയ്യുന്ന ഫുഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ കഴിക്കുവാണെങ്കിൽ ഒത്തിരി ബെനിഫിറ്റുകൾ, ആരോഗ്യപരമായ ബെനിഫിറ്റുകൾ, ബോൺ ഹെൽത്തിന്, അതുപോലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഗട്ട് ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം തീരും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം ഇങ്ങനെ പുളിച്ച് കേട്ടുക, അല്ലെങ്കിൽ വയറ് കമ്പിച്ചിരിക്കുക, അല്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ലൂസ് മോഷൻ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഗട്ട് ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, അതുമൂലം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, കൂടാതെ ഡെയിലി നമ്മുടെ ഒരു ജീവിതചര്യയ്ക്കും ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും. അപ്പം അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിൽ, ഒത്തിരി ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന വിധത്തിൽ ഒത്തിരി ഘടകങ്ങൾ നമ്മുടെ ഗീയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നല്ല പ്രയോജനമുള്ള കാര്യം തന്നെയല്ലേ. ആ കൂടാതെ ബോണുകൾക്കൊക്കെ സ്ട്രെങ്ത് ആവുക, സ്കിന്ന് ഗ്ലോ ആവുക, നാച്ചുറലായിട്ടൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടുക, അങ്ങനെ ഇമ്മ്യൂണിറ്റി കൂട്ടുക, അങ്ങനെ ഒത്തിരി ബെനിഫിറ്റുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഗീ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗീക്ക് ഇത്രയും ബെനിഫിറ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരു ദിവസം ഒരു 2 ടീസ്പൂൺ വെച്ച് ഗീ കഴിച്ചേക്കാം, നമ്മുടെ ഹെൽത്ത് കൂടിയിട്ട്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓവർ ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തേക്കാൾ ഉപരി ദോഷമാവും, ഓവർ വെയിറ്റ് കൂടാനും. സാധാരണഗതിയിൽ ഒരു നോർമലി ഒരു ഗീ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കൊളസ്ട്രോൾ കുറയാനും, നല്ല കൊളസ്ട്രോളിനെ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ്, ഒത്തിരി ഓവറായിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നോർമൽ ലെവലിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം ഒരു കൂടിപ്പോയ ഒരു 1/2 ടീസ്പൂൺ ഗീ മാക്സിമം മതി. കുട്ടികൾക്കാകുമ്പം അതിലും കുറവ് മതി. പിന്നെ തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് ഗീ കൊടുക്കണ്ടെന്നാണ് ആയുർവേദ ഡോക്ടർമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. ആ അറിവ് ശരിയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഒരു സാധാരണ ഒരു 5-6 വയസ്സുള്ള മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം, അളവ് കുറച്ച് കൊടുത്താൽ മതി. നമ്മളെ സംബന്ധിച്ച്, മുതിർന്നവരെ സംബന്ധിച്ച് ഒരു 1/2 ടീസ്പൂൺ ഒക്കെ മാക്സിമം ഗീ ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ അപ്പോൾ ഓവർ കഴിച്ച് നമ്മൾ എല്ലാ ബെനിഫിറ്റും കൂടി ഒന്നിച്ച് കിട്ടട്ടെ, അങ്ങനെ ചിന്തിക്കാൻ കുറേ പേർക്കുള്ള സംശയമാണ് എപ്പോഴാണ് ഗീ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന്. കുറേ പേര് പറയും രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിച്ചോളൂ എന്നൊക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ കൂടെ ഗീ കഴിക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മെറ്റാബോളിക് എഫക്റ്റ് ഒക്കെ ഒന്ന് ത്വരിതപ്പെടുത്താൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഗീ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഡേ മുഴുവനും
നമ്മുടെ ആ ഒരു പ്രോസസ്സ്, ഒരു മെറ്റാബോളിസം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ത്രൂ ഔട്ട് ആ ഒരു എനർജി നിലനിൽക്കാൻ ഹെൽപ്പ് ചെയ്യാനും ഗീ സഹായിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് മോസ്റ്റ്ലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുന്നു, ഇപ്പോൾ ദോശയാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നമ്മൾ മാറി മാറി ഉണ്ടാക്കും. അപ്പം അതിൻ്റെ കൂടെയാണ് ഞാൻ അധികവും ഗീ ആഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിയാകുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം മുഴുവനായിട്ട് ഒരു എനർജി ലഭിക്കുകയും ചെയ്യും. ഇനി എന്തൊക്കെയാണ് ഗീ കഴിച്ചാൽ നമുക്ക് കിട്ടുക എന്നറിയാവോ? ഗീ എന്ന് പറയുന്ന ഒരു ഫാറ്റ് സോലുബിൾ വിറ്റാമിനുകളുടെ ഒരു കലവറയാണ്. ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വൈറ്റമിനാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നോക്കാം. ഫാറ്റ് സോലുബിൾ വിറ്റാമിനുകളുടെ ഒരു കലവറയാണ് നമ്മുടെ ഗീ എന്ന് പറയുന്നത്. ഗീയിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, അതുപോലെ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഗീ കഴിക്കുന്നതിൽ കൂടി കിട്ടും. ഒത്തിരി പേരുടെ ഒരു സംശയമാണ് ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ വെളുക്കുമോ എന്നുള്ളത്. സത്യത്തിൽ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മെലാനിൻ്റെ അളവ് കുറഞ്ഞ് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ട് മെലാനിൻ്റെ അളവ് കുറഞ്ഞിട്ട് നമ്മുടെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. പതിവായിട്ട് നമ്മളിങ്ങനെ ഗീ കഴിക്കുകയാണെങ്കിൽ എന്നാണ് ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ കുറേ പേര് സംശയം, രാവിലെ മാത്രമേ ഗീ കഴിക്കാവുള്ളൂ എന്നുണ്ടോ, രാത്രി കഴിച്ചിട്ട് കിടക്കാൻ പാടില്ലെന്ന്. കുറേ പേരെങ്കിലും രാത്രി ഗീ കഴിച്ചിട്ട് കിടക്കുന്നവരാണ്. തീർച്ചയായും രാത്രി കഴിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. രാത്രി നമ്മുടെ ഭക്ഷണത്തിലൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. കാരണം ഇത് ബെറ്റർ സ്ലീപ്പ്, റിലാക്സേഷൻ ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാനും ഒത്തിരി നല്ലൊരു കാമായിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങൾ ഗീയിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്ത കുറേ പേരുടെ സംശയമാണ് ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ മുടിക്ക് തിളക്കം കൂടുമെന്ന് പറയുന്നത് ശരിയാണോ എന്ന്. തീർച്ചയായും ഇത് ശരിയാണ്. കാരണം ഗീയിൽ ഒത്തിരി ഘടകങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിലുള്ള ഘടകങ്ങളുണ്ട്. ഹൈഡ്രേഷൻ കൂട്ടും, അതുപോലെ ഇതിൻ്റെ ഒരു റൂട്ട്, നമ്മുടെ ഹെയർ റൂട്ട് സിസ്റ്റത്തിനെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട്, അതായത് ഗുണകരമായ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡീപ്പായിട്ട് നമ്മുടെ ഹെയർ റൂട്ടിനത് ഗുണപ്രദമാണ്. അതുകൊണ്ട് തന്നെ മുടിയുടെ തിളക്കവും വളർച്ചയും ഒക്കെ കൂടാൻ ഗീ കഴിക്കുന്നതിൽ കൂടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ല ഹൈഡ്രേഷൻ കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ മുടി എങ്ങനെ ചപ്പ് ചവറ് ആകാതെ ഒരു തിളക്കം നിലനിർത്താൻ പറ്റുകയും ചെയ്യും. ഇനി കുറേ പേരുടെ സംശയമാണ് ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവുമോ എന്നുള്ളത്. ഒരിക്കലും ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവില്ല. അതായത് കൗ ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ, പശുക്കളിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ശുദ്ധമായ വയനാട് നെയ്യ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകത്തില്ല. പകരം ഇതിനകത്തൊരു ഘടകമുണ്ട്, ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഗ്യാസ് പ്രോബ്ലം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവുമെന്ന് ഓർത്ത് നിങ്ങൾ കഴിക്കാതിരിക്കേണ്ട, അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആരൊക്കെയാണ് ഇനി ഗീ കഴിക്കാതിരിക്കേണ്ടത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള ഡൈജസ്റ്റീവ് ഈ ഒരു ഗട്ട് പ്രോബ്ലം ഉള്ളവർ, അങ്ങനെ സ്റ്റൊമക്ക് പ്രോബ്ലം അപ്സെറ്റ് ആവുന്നവർ, അങ്ങനെയുള്ളവർ ഗീ ഒന്നിക്ക് വളരെ കുറച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക. IBS എന്ന് പറഞ്ഞിട്ട്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷനുണ്ട് മെഡിക്കൽ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ഉടനെ ഭയങ്കര സെൻസിറ്റീവായിട്ട്, ഉടനെ വയറ്റിന് ഭയങ്കര ലൂസ് മോഷനായിട്ട് അങ്ങനെ പോവാം, എപ്പോഴും ടോയ്ലറ്റിൽ പോകണം എന്നുള്ള, ഒന്നും വയറ്റി പിടിക്കില്ല, ആ ഒരു രീതിയിലുള്ള കുറേ പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ ധാരാളമായിട്ട് ഗീ കഴിക്കരുത്. വളരെ കുറച്ച് അളവിൽ മാത്രമേ ഗീ കഴിക്കാവുള്ളൂ. പിന്നെ കുറച്ച് പേർക്കായാലും ഗോൾ ബ്ലാഡർ ഇഷ്യൂ ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരും ഗീ കഴിക്കേണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഗീ കഴിക്കാതിരിക്കുന്നത് ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ ഗീ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്. അപ്പൊ ഇത്തരക്കാർ മാത്രം ഗീ ഒഴിവാക്കിയാൽ മതി. ബാക്കി ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഗീ. അടുത്ത കുറേ പേര് സംശയമാണ് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗീ കഴിക്കാവോ എന്ന്. തീർച്ചയായും ഗീ കഴിക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് അളവിലെടുത്ത് കഴിക്കുകയല്ല വേണ്ടേ. നോർമലി നമ്മളൊരു 1/2 ടീസ്പൂൺ ഗീ ഒക്കെ ഒരു ദിവസം നമ്മൾ കഴിക്കാം. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടി കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കഴിക്കുക. എങ്ങനെയാണ് അപ്പം ഇതിൻ്റെ ഒരു സയൻസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓവർ ഫാറ്റ് ബേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വയറിലൊക്കെ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് അതെങ്ങനെയാണ് ഉരുക്കി മാറ്റുന്നത് എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം എങ്ങനെയാണ് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഗീ സഹായിക്കുന്നത്? കാരണം ഗീ സാച്ചുറേറ്റഡ് ഫാറ്റാണ്. പക്ഷേ ഇത് മറ്റുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് പോലെയല്ല. ഗീയുടെ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ അതിൻ്റെ മാത്രമായ ഒരു യുണീക്ക് സ്ട്രക്ചർ ഉണ്ട്. കാരണം ഇതിൽ ഡബിൾ ബോണ്ട് ഓഫ് കാർബൺ ഉണ്ട്. ഇത് ഒരു തരം ഫാറ്റ് ബേണറാണ്. അതുകൊണ്ട് തന്നെ പതിവായി ഗീ ചെറിയ അളവിൽ കഴിക്കുന്നത് ബെല്ലി ഫാറ്റ് കുറയ്ക്കും, കൊഴുപ്പിനെ ഉരുക്കി മാറ്റും. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്തരത്തിൽ ഡബിൾ ബോണ്ട് കാർബൺ എന്ന് പറയുന്ന ഒരു ഘടകം ഗീയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടാണ് അത് ഇത്തരം ഫാറ്റിനെ ഉരുക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തെല്ലാം ബെനിഫിറ്റ്, ഇമ്മ്യൂണിറ്റി കൂട്ടും, സ്കിൻ ബ്രൈറ്റ് ആകും, ഗ്ലോ കൂടും,
ഹൈഡ്രേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ മുടിക്ക് തിളക്കവും വളർച്ചയും കൂട്ടും, ഹൈഡ്രേഷൻ നിലനിർത്തുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ, ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഗട്ട് ഹെൽത്ത് കൂട്ടും, സ്ലീപ്പ് കൂട്ടിത്തരും. മീൻസ് ഒരു റിലാക്സേഷനുള്ള ഒരു കാമായിട്ടുള്ള സ്ലീപ്പിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബോൺ ഹെൽത്ത് കൂട്ടും. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാൽ, അതായത് മുടി മുതൽ പിന്നെ കാലിൻ്റെ നഖം വരെ അടിമുടി ചേഞ്ച് വരുത്താൻ ഗീ കഴിക്കുന്നതിൽ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും ഗുണമുള്ള ഗീ നമ്മൾ കഴിക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഒത്തിരി വിലയൊന്നുമില്ല നമ്മുടെ വയനാടിൽ ശുദ്ധമായ ഗീക്ക്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് നല്ല ഗീ മേടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വിടൂ, നമുക്ക് ഗീ അയച്ചു തരാം. ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്ക് വേറെ ഉണ്ട്. കസ്തൂരി മഞ്ഞളും ബോഡി മോയ്സ്ചറും അങ്ങനെ ലിപ്പാം, ലിപ്സ്റ്റിക്, അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ആ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളെല്ലാം എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്ന ചിയാ സീഡ്, ആശാളി അരി, ഹെൽത്ത്, ബ്യൂട്ടി, ഈ 2 കൺസെപ്റ്റാണ്. പിന്നെ കുറച്ച് ചെടി, ഈ 3 സാധനങ്ങളാണ്. പിന്നെ ബാഗ്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. എങ്ങനെ നോക്കിയാലും ഹെൽത്തും ബ്യൂട്ടി ഈ ഒരു 2 സംഭവങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന വിധത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞളൊക്കെ ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. അതുപോലെ ബോഡി മോയ്സ്ചർ മേടിച്ച് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ട് അവർ പറയുന്നുണ്ട്. കാരണം അതിൽ വെജിറ്റബിൾ ഗ്ലിസറിനും നമ്മുടെ വിവാക്സിലാണ്, നാച്ചുറൽ ആയിട്ടുള്ള വിവാക്സിലാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈഡ്രേഷൻ നിലനിർത്താനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും ചുടുകളൊക്കെ മാറിയിട്ട് നല്ല യങ്ങായിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും, ഹെൽത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ ഏത് ഏജിനേക്കാളും, ഇപ്പം നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ടായിട്ട്, 60 ആയിക്കോട്ടെ, 65 ആയിക്കോട്ടെ, 70 ആയിക്കോട്ടെ, ആ ഏജിനേക്കാളും നമുക്ക് ഏജ് റിവേഴ്സ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ശാസ്ത്രീയമായിട്ട് ഒത്തിരി പഠനങ്ങൾ നടത്തി അതിൽ വിജയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ ചുമ്മാ ഇരുന്നാൽ നമ്മുടെ ഏജ് താഴോട്ട് വരത്തില്ല, നമ്മളെ കാണാൻ എങ്ങായിട്ട് വരത്തില്ല. നമ്മൾ അതിനുള്ള പോഷകങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ആ കൂടെ നമ്മൾ അത്യാവശ്യം പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കൂടാതെ ഈ പറഞ്ഞ പോലെ ഗീ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ശുദ്ധമായ ഹണിയൊക്കെ കഴിക്കാം. ചെറുതേൻ തരം കഴിക്കണമെന്നൊന്നുമില്ല, വൻതേൻ കഴിച്ചാലും അതും ശരി എഫക്റ്റ് തന്നെയാണ്. അങ്ങനെ ഗീ കഴിക്കുക. അതുപോലെ മില്ലറ്റ്സ്, നമ്മൾ മില്ലറ്റ് സെയിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു മെസ്സേജ് കിട്ടുമോ? മില്ലറ്റ് അത്രയ്ക്ക് പ്രയോജനം ചെയ്യും നിങ്ങൾക്ക്. അതായത് നിങ്ങളുടെ ഹെൽത്ത്, മില്ലറ്റ്സിന്റെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഒരു 3-4 വീഡിയോ തന്നെ ഇടേണ്ടി വരും. അത്രയും ഗുണമുള്ളതാണ് മില്ലറ്റ്സ് എന്ന് പറയാം. ചെറുധാന്യങ്ങൾ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ചോറിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും ഒക്കെ മൈദയുടെ ഒക്കെ അളവ് കുറച്ചിട്ട് മില്ലറ്റ്സ് ഒരു നേരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അത്രയും നിങ്ങളുടെ ബോഡിക്ക് അതിൻ്റെ ചേഞ്ചസ് വരും. ഹെൽത്തും കൂടും, സൗന്ദര്യവും കൂടും, നല്ല എന്താ പറയുക, കുറേ കാലം കൂടി നമുക്ക് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ പ്രയോജനമുള്ള ഒത്തിരി സംഗതികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വേണ്ടവർ ഇന്ന് തന്നെ മെസ്സേജ് വിട്ടോളൂ. ആ കൂടെ നിങ്ങൾ എനിക്ക് ഹലോ വിടൂ. അപ്പോൾ ഞാൻ എല്ലാ പ്രൊഡക്റ്റുകളെയും പരിചയപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം തരാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കുകയും ചെയ്യാം. അപ്പോൾ ശരി കൂട്ടുകാരെ, ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മിലോയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടോ, 10-15 ദിവസം ഞാൻ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലും ഡിപ്രഷനിലും ഒക്കെ പോയി. ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര വിഷമവും കരച്ചിലും സങ്കടമൊക്കെ ആയി. പിന്നെ നമ്മുടെ കുഞ്ഞി മിലോ ഇവിടെ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവിടെ വന്ന് നമ്മുടെ ടേബിളിൽ കയറി കിടപ്പുണ്ട്. കുഞ്ഞി മിലോ വന്നേ പിന്നെ ഭയങ്കര ചേഞ്ചായി, മനസ്സിൽ ഭയങ്കര സന്തോഷമായി. എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാനോ ഒന്ന് ചിരിക്കാനും സന്തോഷിക്കാനുള്ള ഒരു ഉത്സാഹം കിട്ടി നമ്മുടെ കുഞ്ഞി മിലോ വന്നേ പിന്നെയാണ്. അത്രയ്ക്ക് ചേഞ്ചാണ് ആ പൊടിക്കുഞ്ഞ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കണേ. ഞങ്ങൾ 3 പേരും മിലോയുടെ ചുറ്റും ഇപ്പോൾ വട്ടം കിടക്കുന്നതെന്ന് പറയാം. കുഞ്ഞി ജീവിയുടെ, ഞാൻ എപ്പോഴും പറയും, ഈ ഒരു കുഞ്ഞി ജീവി എന്തോരം ചേഞ്ചസ് നമ്മുടെ വീട്ടിൽ വരുത്തുന്നത്, എന്തോരം അതിന് വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധ അതിൻ്റെ മേത്തോട്ടാണ് പോകുന്നത്. ഇപ്പം അങ്ങനെ അത് ഉറങ്ങിയോ, എപ്പോഴും ഉറങ്ങിയോ എന്നെ എടുക്കുക, അത് അതിൻ്റെ കളിച്ചിരി, അത് അങ്ങനത്തെ തമാശകൾ, അതിൽ ഒളിച്ചേ പാത്തേ കളിക്കാൻ ഏറ്റവും ഇഷ്ടം കേട്ടോ. ഫുൾ ടൈം അതിന് ഒളിച്ചേ പാത്തേ കളിക്കണം. എനിക്കാണ് കുഞ്ഞി ക്യാറ്റ്, ഇവിടെ ഡെലിവറി ആയ ഒരു ക്യാറ്റ് ഇതുപോലെ അതുങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഒളിച്ചേ പാത്തേ കളിച്ച് പിന്നെ ശീലിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ അമ്മ അതിനാകെ കുറച്ചാളല്ലേ, ഇത് ഇപ്പം തന്നെ 2 മാസമേ ഉള്ളൂ. മേ ബി 1 മാസമൊക്കെ മുമ്പേ ഇതിന് പിരിഞ്ഞായിരിക്കും. അപ്പോൾ 1 മാസം കൊണ്ട് അതിന് കിട്ടിയ ട്രെയിനിങ് ആണ് ഒളിച്ചേ പാത്തേ. അപ്പോൾ അത് തന്നെ നമ്മുടെ അടുത്ത് ഇപ്പം അതിൻ്റെ വിചാരം നമ്മളാണ് അതിൻ്റെ അമ്മ എന്നുള്ളത്, ആ ഒരു രീതിയിലാണ് അത് ചിന്തിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ കളിച്ചിരികൾ, അതിൻ്റെ തമാശകൾ അങ്ങനെ കാണാൻ. അതിന് കുറേ ടോയ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ സ്പ്രിങ് ആക്ഷനുള്ള അതേൽ കിടന്ന് ഗുസ്തിയാണ് മുഴുവൻ സമയം. അതങ്ങനെ പിന്നെ നമ്മുടെ കൂടെ ഒളിച്ചേ പാത്തേ കണ്ടുപിടിക്കല്, ആ ഒരു ഇതൊക്കെ അങ്ങനെ. പിന്നെ ഇതിൻ്റെ ഭക്ഷണം അങ്ങനെ കളിച്ചിരിയൊക്കെ ആയിട്ട് ഇതിൻ്റെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ലൈഫ് ഇപ്പോൾ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അല്ലാത്ത വിശേഷങ്ങൾ. അപ്പോൾ ശരി കേട്ടേ, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നേരെ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ.